Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, prayer start. Prayer ഞാനാണ് മാം. റോഷ്ന. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വയ്ക്കൂ ഞങ്ങളിൽ. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വയ്ക്കൂ ഞങ്ങളിൽ. സമസ്ത സുന്ദരോജ്വല പ്രഭാത കാന്തി ചിന്തിടും സുമങ്ങളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വയ്ക്കൂ ഞങ്ങളിൽ. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വയ്ക്കൂ ഞങ്ങൾ. സമസ്ത സുന്ദരോജ്വല പ്രഭാത കാന്തി ചിന്തിടും സുമങ്ങളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. അഗാധ നീലവാനമാം കരമുയർത്തി ഞങ്ങൾ അനുഗ്രഹിക്ക നിത്യത നിതാന്ത വത്സരോത്സുകം നിതാന്ത വത്സരോത്സുകം നിതാന്ത വത്സരോത്സുകം. താങ്ക് യു മാം. Okay, next sign in. സൈനിങ് ഞാൻ പറയാം മാം. സ്വന്തം ശരി മാത്രമല്ല ശരി. തന്റെ കേൾവിക്കുറവ് അംഗീകരിക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അയൽവാസി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായപ്പോൾ സന്ദർശനം നടത്താൻ അയാൾ നിർബന്ധിതനായി. കേൾവി പ്രശ്നം ആർക്കും മനസ്സിലാവാതിരിക്കാൻ രോഗിയുമായുള്ള സംഭാഷണം മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് അയാൾ ഇറങ്ങിയത്. എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കുറവുണ്ടെന്ന് പറയും. അപ്പോൾ ഈശ്വരാനുഗ്രഹം എന്ന് പറയണം. എന്തു കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ കഞ്ഞി കുടിച്ചെന്ന് പറയും. വിശപ്പുള്ളത് നല്ലതാണെന്ന് കൂട്ടിച്ചേർക്കണം. ഏത് ഡോക്ടറാണെന്ന് ചോദിക്കുമ്പോൾ രോഗി പേര് പറയും. അപ്പോൾ നല്ല ഡോക്ടറാണെന്ന് പറയണം. അയാൾ രോഗിയുടെ അടുത്തെത്തി. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ മറുപടി അസഹനീയ വേദന എന്നായിരുന്നു. എങ്കിലും അയാളുടെ മറുപടി ഈശ്വരാനുഗ്രഹം എന്ന് തന്നെ. എന്ത് കഴിച്ചെന്ന് ചോദിച്ചപ്പോൾ ദേഷ്യം വന്ന രോഗി പറഞ്ഞു വിഷം. അപ്പോൾ അയാൾ പറഞ്ഞു വിഷം നല്ലതാണെന്ന്. വിശപ്പ് നല്ലതാണെന്ന് അയാൾ പറഞ്ഞു. ഡോക്ടറുടെ പേര് ചോദിച്ചപ്പോൾ കാലൻ എന്ന മറുപടി. നല്ല ഡോക്ടറാണെന്ന് അയാൾ പറഞ്ഞു. തന്റെ വിജയകരമായ സന്ദർശനത്തിൽ ആനന്ദിച്ച് അയാൾ വീട്ടിലെത്തി. സ്വന്തം ശരികളിൽ മാത്രം വിശ്വസിക്കുന്നവർക്ക് അപരന്റെ ശരികളെ കാണാനോ സ്വന്തം തെറ്റുകളെ മനസ്സിലാക്കാനോ കഴിയില്ല. വകതിരിവോടെയും വിമർശന ബുദ്ധിയുടെയും പ്രതികരണങ്ങൾക്കനുസരിച്ചും പെരുമാറാനറിയുന്നവരാണ് വിവേകമുള്ളവർ. സ്വന്തം മികവുകളെക്കുറിച്ചെന്ന പോലെ പരിമിതികളെക്കുറിച്ചും ബോധമുണ്ടാക്കണം. ഉദ്ദേശശുദ്ധി മാത്രമല്ല അടിസ്ഥാന ബോധവും കൈമുതലാക്കണം. ഒരാളുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചല്ല മറ്റൊരാൾ ജീവിക്കുന്നതെന്നും മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് യൂണിറ്റ് 9 സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് സെമിനാറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെമിനാർ എടുക്കുന്നവരെയും മിസ്സിനെയും ബാക്കി സ്റ്റുഡൻസിനെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. കോഡ്സ് മാം ഞാനാണേ പ്രത്യക്ഷ. ടേക്ക് റിസ്ക് ഇൻ യുവർ ലൈഫ്. ഇഫ് യു വിൻ യു ക്യാൻ ലീഡ്. ഇഫ് യു ലോസ് യു ക്യാൻ ഗൈഡ്. ദിസ് കോട്ട് ഹൈലൈറ്റ്സ് the value of taking chances and learning from both success and failure. Swami Vivekananda. Okay, നമ്മുടെ സെമിനാറാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമ്മുടെ ക്ലാസ്സിൽ എത്ര പേരുണ്ടായിരുന്നു സെമിനാർ എടുക്കാനായിട്ട്? 3 പേരാണ്. പ്രത്യക്ഷ, നിത്യ, പിന്നൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു. മാം നിത്യ ഇന്നുണ്ടാവില്ല എന്ന് പറഞ്ഞു. കാരണം നിത്യയുടെ അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. നാട്ടിൽ പോയി വൈക്കത്ത് പോയിരിക്കുക. ഇന്നുണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാനും വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അയാൾ ജോയിൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഞാനപ്പോ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ മാം, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് മോണ്ടിസോറി മാനേജ്മെന്റ്, സ്കൂൾ മാനേജ്മെന്റിൽ സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന ചാപ്റ്ററാണ്, യൂണിറ്റ് 9. അതിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് പ്രിൻസിപ്പൾസ് ഓഫ് സൂപ്പർവിഷൻ ആണ്.
നിത്യയാണ് സൂപ്പർവൈസിങ്ങും ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷനും എടുക്കാൻ പറഞ്ഞിരുന്നത്. പക്ഷെ നിത്യേന്ന് ആബ്സെന്റ് ആണ്. ഞാൻ അതിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ സൂപ്പർവൈഷൻ എന്താണെന്ന് പറഞ്ഞിട്ട്, നിത്യ വരുമ്പോൾ നിത്യ പറഞ്ഞോളും. ജസ്റ്റ് സൂപ്പർവിഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങുകയാണ്. Supervision in a Montessori school is more than just overseeing daily operations. It is a process of guiding, supporting, and nurturing both teachers and students, so that the philosophy of Dr. Maria Montessori is fully realized. Effective supervision ensures that the carefully prepared environment, independence, respect for the child, thoughtful observations, teaching methods, and the relationships align with Montessori principles. In Montessori school management, supervisors act as mentors, role models, and facilitators of a പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ്. അതായത് ഇപ്പം എല്ലാ മേഖലകളിലും ഒരു സൂപ്പർവിഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പം ഇപ്പൊ ഏത് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരിലും ഒരു സൂപ്പർവൈസർ എന്നുള്ള ഒരു പ്ലേസ് ഉള്ള ഒരാളുണ്ടാവും. അപ്പം അതാത് മേഖലകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന് ഓരോ ജോലിയുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും അതിനകത്ത് ഒരു സൂപ്പർവൈസിങ് നടക്കുന്നത്. നമ്മുടെ മോണ്ടിസോറി മാനേജ്മെന്റ്, സ്കൂൾ മാനേജ്മെന്റിൽ സൂപ്പർവൈസിങ് നടക്കുന്നതെന്ന് പറഞ്ഞാല് ജസ്റ്റ് ഒരു ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള ഒരു മെന്റലി ഒരു അട്രാക്ഷൻ ഇതിനകത്ത് കൂടുതലായിട്ട് വേണം. അവരുടെ ഒരു ഗൈഡൻസ് സപ്പോർട്ടാണ് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു ടീച്ചറിന്. ഒരു സൂപ്പർവൈസർ, ഒരു ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറിനെയാണ് ഒരു സൂപ്പർവൈസർ എന്ന് മോണ്ടിസോറി മെത്തേഡിൽ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പോലും ആ ടീച്ചർ ഒരു സൂപ്പർവൈസർ എന്നുള്ള റോളിൽ മാത്രമല്ല, അവരെ ഒരു ഗൈഡായിട്ട് നിൽക്കണം. അവരെ സപ്പോർട്ട് ചെയ്യണം. സ്റ്റുഡൻസിന്റെ കഴിവുകളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും സ്റ്റുഡൻസിൽ കണ്ടെത്തി അവരെ അതിന്റെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ ഒരു മെത്തേഡായിരിക്കും ടീച്ചേഴ്സ്, അതായത് അല്ലെങ്കിൽ സൂപ്പർവൈസർ മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റിൽ ചെയ്യുന്നത്. അപ്പൊ അത് ടീച്ചേഴ്സിനും കുട്ടികൾക്കും കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ്, ഒരു ബോണ്ട് വരാൻ അത് സഹായകമാകും. അപ്പം മരിയ മോണ്ടിസോറി ഈ ഒരു കാര്യമാണ് കൂടുതലായിട്ടും റിയലൈസ് ചെയ്തത്. അതൊരു സൂപ്പർവിഷനിൽ കൂടെ ഒരു ഗൈഡിങ്ങും ഒരു സപ്പോർട്ടിങ്ങും ഒക്കെ കൊടുക്കുമ്പം കുട്ടികൾക്ക് സാധാരണ ഒരു മെത്തേഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മരിയ മോണ്ടിസോറി റിയലൈസ് ചെയ്തത് അതാണ്. ഈ എഫക്റ്റീവ് സൂപ്പർവിഷൻ കൂടുതലായിട്ടും നമുക്ക് നല്ല ഒരു എൻവയോൺമെന്റ്, മോണ്ടിസോറി നമ്മൾ പഠിച്ചതനുസരിച്ച് നമുക്കറിയാം മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ് നമ്മുടെ സാധാരണ ഒരു സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്ന്. അതായത് കുട്ടികൾക്ക് ഫ്രീഡം ആണ് കൂടുതലും കൊടുക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞു? എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റിലുള്ളത്. അതിൽ കൂടുതലും കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അവരെല്ലാം സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ടീച്ചിങ് മെത്തേഡ്സും നമ്മൾ കുട്ടികൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ ഒബ്സർവ് ചെയ്യുന്നതും എല്ലാം ഡിഫറെന്റ് ആണ്. മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റിലെ സൂപ്പർവൈസേഴ്സ്, അതായത് സൂപ്പർവൈസേഴ്സ് ഉദ്ദേശിക്കുന്ന കൂടുതലും ടീച്ചേഴ്സിനെ ആയിരിക്കും. ടീച്ചേഴ്സ് ശരിക്കും ഒരു മെന്ററായിട്ട്, ഒരു ടീച്ചർ എന്നുള്ള പദവിയെക്കാട്ടിലും കുട്ടികളുടെ തെറ്റുകളെ ശരികളാക്കുന്ന ഒരു മെന്ററും അതേപോലെ തന്നെ ഒരു റോൾ മോഡൽസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഫെസിലിറ്റീസും എത്തിച്ചു കൊടുക്കുന്ന ഒരു ഫെസിലിറ്റേറ്റേഴ്സ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ്, ലേണിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആളായിരിക്കും മോണ്ടിസോറി മെത്തേഡിലെ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ സൂപ്പർവിഷനിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സൂപ്പർവിഷൻ ഈസ് ഓൾവേസ് ലിങ്ക്ഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ എനി സ്കൂൾ. ഏതൊരു സ്കൂളിലെയും ഒരു ഇൻസ്ട്രക്ഷൻസിനെ, അത് ഒരു ഡെവലപ്മെന്റ്, അതായത് വികസനത്തെയും അതിന്റെ ഇൻസ്ട്രക്ഷൻസിനെയും തമ്മിലൊരു ലിങ്ക് ഉണ്ടായിരിക്കും എല്ലാ സ്കൂളുകളിലും ഒരു സൂപ്പർവിഷൻ ചെയ്യുമ്പോൾ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ദ പ്രൈമറി എയിം ഓഫ് സൂപ്പർവിഷൻ ഈസ് ടു ഹെൽപ്പ് ടീച്ചേഴ്സ് ടു ബിക്കം സെൽഫ് ഡയറക്റ്റീവ്. അതായത് സ്വന്തമായിട്ട് സെൽഫായിട്ട് കുട്ടികളെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടീച്ചേഴ്സിനെ സഹായിക്കുക എന്നുള്ളതാണ് മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റിലെ സൂപ്പർവൈസിങ് എന്ന് മരിയ മോണ്ടിസോറി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൂപ്പർവൈസിങ് റിപ്പോർട്ടിങ്ങിലും
ടീച്ചേഴ്സിന് കൂടുതലും സെൽഫ് ഡയറക്റ്റീവ് ആയിട്ട് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അതിലൂടെ പറ്റും എന്നുള്ളതാണ്. മൂന്നാമത്തെ, സൂപ്പർവിഷൻ ആൻഡ് കരിക്കുലം ഡെവലപ്മെന്റ് ആർ റെസിപ്രോക്കൽ. സൂപ്പർവിഷനും നമ്മൾ കുട്ടികളെ മാനേജ് ചെയ്യുന്ന രീതിയും അവിടുത്തെ മോണ്ടിസോറി മെത്തേഡിലെ കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്ന രീതി, അത് രണ്ടും റെസിപ്രോക്കൽ ആയിട്ടായിരിക്കും. നാലാമതായിട്ട്, ഗുഡ് സൂപ്പർവിഷൻ ഈസ് ഡെമോക്രാറ്റിക്, ക്രിയേറ്റീവ്, പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് കോൺട്രിബ്യൂട്ട്. നല്ല ഒരു സൂപ്പർവിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഡെമോക്രാറ്റിക് ആയിരിക്കും, കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. പിന്നെ എല്ലാത്തിലും ഒരു പാർട്ടിസിപ്പേഷൻ, കുട്ടികൾക്കാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും ഒരു രണ്ടു കൂട്ടരും കൂടെ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ജോയിൻ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനും ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തെ, ഗുഡ് സൂപ്പർവിഷൻ ഹെൽപ്സ് ദ ടീച്ചർ ടു ഡെവലപ്പ് സ്കിൽസ് ഇൻ ഡിസ്കവറിംഗ് ആൻഡ് അനലൈസിംഗ് പീപ്പിൾ നീഡ്സ്. കുട്ടികളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ എന്താണോ അവർക്ക് ആവശ്യമുള്ളത് അതിനെ കണ്ടെത്തി അതേപോലത്തെ അവർക്കുണ്ടാവുന്ന ആ സ്കിൽസ്, അവരിൽ ഉറങ്ങിക്കിടക്കുന്ന സ്കിൽസ് കണ്ടെത്തി അത് ഡെവലപ്പ് ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും ഒരു ഗുഡ് സൂപ്പർവിഷൻ, ഒരു ടീച്ചർ അല്ലെ ഒരു ഗുഡ് സൂപ്പർവൈസർക്ക് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ആറാമത്തേതായിട്ട്, സൂപ്പർവിഷൻ ഗീവ്സ് ടീച്ചേഴ്സ് സെക്യൂരിറ്റി ആൻഡ് ഇംപ്രൂവ് കോൺഫിഡൻസ് ഇൻ ദെയർ കപ്പാസിറ്റി ടു സോൾവ് പ്രോബ്ലംസ്. കുട്ടികൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ഒരു കോൺഫിഡൻസും അതേപോലെ തന്നെ ഒരു സെക്യൂരിറ്റി ഫീലും ഈ സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് മെത്തേഡിലും കൂടെ കിട്ടുന്നു. നെക്സ്റ്റ് ആയിട്ടുള്ളത് സൂപ്പർവൈസറി ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഇതില് ഹാരിസ് എന്ന് പറയുന്നുണ്ട്. ആ ഓതറിന്റെ പേര് ശരിക്കും ബെൻ എം ഹാരിസ് എന്നാണ്. ബെൻ എം ഹാരിസ് ഇൻ 1975 authored a book titled സൂപ്പർവൈസറി ബിഹേവിയർ ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിൽ തന്നെയുള്ള ഒരു സൂപ്പർവൈസറി ബിഹേവിയർ എന്നുള്ള ഒരു ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിന്റെ പേരാണത് സൂപ്പർവൈസറി ബിഹേവിയർ ഇൻ എഡ്യൂക്കേഷൻ. 1975 പുള്ളി അത് റോട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ബെൻ എം ഹാരിസ് എന്നാണ് ഓതറിന്റെ പേര്. പിന്നെ അദ്ദേഹം അതിനുശേഷം 1985 അതിന്റെ 3rd എഡിഷൻ സൂപ്പർവൈസറി ബിഹേവിയർ ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ള പുസ്തകത്തിന്റെ 3rd എഡിഷൻ 1985 വീണ്ടും അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. The book explores the nature and functions of supervision in schools and lays a foundation for understanding supervisory behavior in education. അതിൽ കൂടുതലായിട്ടും ആ ബുക്കിൽ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫങ്ഷൻസും നേച്ചറും, സൂപ്പർവിഷൻ ഓരോ സ്കൂളുകളിലും നടക്കുന്ന സൂപ്പർവിഷന്റെ ഫങ്ഷൻസും നേച്ചറും അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ആ ഒരു സ്വഭാവ സൂപ്പർവൈസറി ബിഹേവിയർ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ ഇതില് സൂപ്പർവൈസർ എങ്ങനെയാണോ ബിഹേവ് ചെയ്യാനായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് അതിൽ കൂടുതലായിട്ടും ഹാരിസ് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. മെയിൻലി there are 3 distinct supervisory practices. അതിൽ അദ്ദേഹം കൂടുതലായിട്ടും പറഞ്ഞിരിക്കുന്നത് 3 തരത്തിലുള്ള സൂപ്പർവൈസറി പ്രാക്ടീസസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് അദ്ദേഹം അതിൽ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, മോണിറ്ററിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. മോണിറ്ററിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് മോണിറ്ററിംഗ്, ഇൻസ്പെക്ടിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇറ്റ് എംഫസൈസസ് ടെസ്റ്റിംഗ്, ഇവാലുവേഷൻ, ഡിസ്ക്രിപ്പൻസി അനാലിസിസ് ആൻഡ് ഫീഡ്ബാക്ക് ഫോർ ഇംപ്രൂവ്മെന്റ്. കൂടുതലായിട്ടും നമ്മൾ ഓരോ കുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടികളും സ്കൂൾ മാനേജ്മെന്റിനെ എല്ലാം ഇവാലുവേഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു മോണിറ്ററിംഗ്, ഒരു നിരീക്ഷണം. പിന്നെ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഇവാലുവേഷൻസ്, മൂല്യനിർണ്ണയം, അതിനെയൊക്കെ അനലൈസ് ചെയ്തിട്ട് ഒരു ഫീഡ്ബാക്ക് അതിന്റെ ബേസിസിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം എന്നുള്ള രീതിക്കൊരു പ്രാക്ടീസാണ് ഫസ്റ്റ് വൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് വൺ, ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് മോറലി ബിൽഡിംഗ്. ഇറ്റ് എംഫസൈസസ് ഹ്യൂമൻ റിലേഷൻസ്, morally building informal relations, sensitivity to needs, promoting personal development, removing constraints and maximizing freedom of action. ഇതിൽ കൂടുതലായിട്ടും ഈ അദ്ദേഹം ഹാരിസ് പറയുന്ന കാര്യങ്ങൾ ഒരു ഹ്യൂമൻ റിലേഷൻസ്, ഇപ്പം സൂപ്പർവൈസർ കുട്ടികളും
ബാക്കി സ്കൂൾ മോണ്ടിസോറി മാനേജ്മെന്റിൽ തന്നെ കുട്ടികളും അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സും തമ്മിലുള്ള ഒരു മാനുഷിക ബന്ധം, അതും അതുപോലെ തന്നെ നമ്മുടെ മനോവീര്യം, മോറലി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോവീര്യം വളർത്തുക എന്നുള്ളതാണ്. അപ്പം അത് തമ്മിൽ ഉള്ള ഒരു കണക്ഷനാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് എംഫാസിസ് ഇൻഫോർമൽ റിലേഷൻസ് ആൻഡ് മോറലി ബിൽഡിംഗ്. ഇറ്റ് എംഫാസിസ് ഇൻഫോർമൽ relations, sensitivity to needs, promoting personal development and removing constraints and maximizing freedom of action. അവർക്ക് കൂടുതലും നിയന്ത്രണങ്ങൾ വരുത്താതെ, നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മാക്സിമം ഫ്രീഡം, എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനും മാക്സിമം ഒരു ഫ്രീഡം കൊടുത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ ആവശ്യങ്ങൾ അത് മനസ്സിലാക്കി, എന്തെങ്കിലും ഇൻഫോർമൽ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ഔപചാരികമല്ലാത്ത, ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ ഔപചാരികം എന്നുള്ളതാണ്. അപ്പം അതല്ലാത്ത രീതിയിലുള്ള റിലേഷൻസ് ഒക്കെ മാറ്റി അവർക്ക് മാക്സിമം ഒരു ഫ്രീഡം കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രാക്ടീസിൽ വരുന്നത്. മൂന്നാമത്തേത് ചേഞ്ച് പ്രോസസ് മാനേജ്മെന്റ്. ഇതിനകത്ത് ആക്സെന്റുവേറ്റ്സ് എന്നാണ്, അത് ശരിക്കും എംഫയാസിസ് എന്നുള്ള മീനിങ് തന്നെയാണ് വരുന്നത്. It accentuates planning, designing, building, stimulating, goal setting, and promoting environment for better instructional practice. ഇതിൽ കൂടുതലായിട്ടും നമ്മൾ ആ ഒരു സൂപ്പർവൈസർ, ഒരു സ്കൂൾ മാനേജ്മെന്റിൽ സ്കൂളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു പ്ലാനിങ് നടത്തുക. അതുപോലെ തന്നെ ഡിസൈനിങ്, അതിന് വേണ്ട ഡിസൈനിങ്, ബിൽഡിങ്, സ്റ്റിമുലേറ്റിംഗ്, ഒരു ലക്ഷ്യം എങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു എൻവയോൺമെന്റ് പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് മൂന്നാമത്തെ രീതിയിലൊരു പ്രാക്ടീസ് ഹാരിസ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു കൺക്ലൂഷനും കൂടെ ഉണ്ട്. അപ്പൊ ഇത്രയും പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഇൻ സ്കൂൾ മാനേജ്മെന്റിൽ, മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റിലുള്ളത്. അതിന്റെ കൺക്ലൂഷനായിട്ട്, ദ പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ ഇൻ മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ് ആർ ഗ്രൗണ്ടഡ് ഇൻ റെസ്പെക്ട്, ഗൈഡൻസ് ആൻഡ് കൊളാബറേഷൻ. എഫക്റ്റീവ് സൂപ്പർവിഷൻ safeguards the authenticity of the Montessori method, supports teacher growth, and ensures that each child thrives in a well-prepared environment. By observing without judgment, providing constructive feedback, and fostering a culture of continuous improvement, Montessori supervisors uphold the core values of this unique educational approach, helping both teachers and children reach their fullest potential. ഇതിൽ നമ്മുടെ മോണ്ടിസോറി ഇതിൽ പറയുന്നത്, മരിയ മോണ്ടിസോറി പറയുന്നത്, ശരിക്കും കുട്ടികളും ടീച്ചേഴ്സും തമ്മിലുള്ള ഒരു ബോണ്ട് വളർത്തി, സൂപ്പർവൈസർ ആണെങ്കിൽ കൂടിയും അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. അവർക്ക് കുട്ടികൾക്ക് കൂടുതലും ഫ്രീഡം ഓഫ് ചോയ്സ് കൊടുക്കുക. ആക്ടിവിറ്റീസ് ആണെങ്കിലും അതിന് അവർക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കിട്ടുന്ന രീതിയിൽ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ആയിരിക്കണം ഒരു സൂപ്പർവൈസർ മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റിൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ മാം, താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് കുറച്ച് കട്ടിയുള്ള വേർഡ്സുകൾ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ? Who wrote the book Supervisory Behavior in Education? ഹാരിസ്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം അറിയാമോ? വെന്നം ഹാരിസ്. ഓക്കെ. ഇത് ഏത് വർഷമാണ് നമ്മൾ പുറത്തിറക്കിയെന്നറിയുമോ? ഫസ്റ്റ് എഡിഷൻ. ആണ്. അതിന്റെ തേർഡ്, നമ്മുടെ ബുക്സിൽ കിടക്കുന്നത് 1985 ആണ്. ആ ബുക്കിന്റെ തന്നെ തേർഡ് എഡിഷൻ ആണ് അദ്ദേഹം 1985 പുറത്തിറക്കിയിരിക്കുന്നത്. അദ്ദേഹം മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന 3 സൂപ്പർവൈസറി പ്രാക്ടീസസിന്റെ പേരൊന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? Monitoring and accountability. Okay. Human relations and moral building. പിന്നെ മറ്റേ ചേഞ്ചിനെ പറ്റിയിട്ടുള്ളത്, ചേഞ്ച് പ്രോസസ് മാനേജ്മെന്റ്.
ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞാൻ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങളില്? ഹാരിസിന്റെ ബുക്കിന്റെ പേരൊന്നുകൂടി പറയൂ. പറയാം. സൂപ്പർവൈസറി ബിഹേവിയർ ഇൻ എഡ്യൂക്കേഷൻ. അതിന്റെ ഫസ്റ്റ് എഡിഷൻ 1975 അദ്ദേഹം ഇറക്കിയിരിക്കുന്നത്, പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 1985 അത് വീണ്ടും അതിന്റെ ഒരു തേർഡ് എഡിഷൻ, ഒരു 333 പേജസ് ഉള്ള ഒരു എഡിഷൻ ഇറക്കിയിട്ടുണ്ട്, തേർഡ് എഡിഷൻ. അതിലാണ് ശരിക്കും നമ്മുടെ ഈ സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്നുള്ള അതില് ഒരു സൂപ്പർവൈസറി ഫങ്ഷൻസിനെ കുറിച്ചുള്ള പ്രാക്ടീസസ് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് 1985 ഇറക്കിയിരിക്കുന്ന തേർഡ് എഡിഷനിലാണ്. ഓക്കെ മാം, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ജസ്റ്റ് എക്സ്ട്രാ നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പ്രതീക്ഷ. ഞാൻ ഈ നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നോട്ട് ഞാൻ വാട്സപ്പിൽ ഇടാം. ആർക്കെങ്കിലും ഡൗട്ടോ ഇല്ലെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട് എഴുതി കൊടുക്കാം. വേറെ മറ്റേ കുട്ടി വന്നിട്ടുണ്ടോ? ജോയിൻ ചെയ്തായിരുന്നോ? നിത്യ, പ്രത്യക്ഷ പറഞ്ഞു. നെക്സ്റ്റ് വേറൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു, പേര് എഴുതിയെടുക്കാൻ മറന്നു. സജിത ആണെന്ന് തോന്നുന്നു. സജിത. ജോയിൻ ആയിട്ടില്ല. ഇല്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. മാം, ഇത് കുറച്ച് കട്ടിയായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇനി അവർ ചോദിക്കാതിരിക്കുന്നത് കുറച്ച് നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറച്ച് വാക്കുകൾ ഇതിനകത്തുണ്ട്. ഞാൻ കുറച്ച് ഒന്ന് നോക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇത്രയും പ്രിപ്പയർ ചെയ്തത്. ഇല്ല, കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ക്ലാസ് ഇല്ലേ? നല്ല ക്ലാസ് ആയിരുന്നില്ലേ? പ്രത്യക്ഷയുടെ ടീച്ചറും കൂടിയാണല്ലേ, അപ്പൊ പിന്നെ ഡിപ്പെൻഡായിട്ട് ക്ലാസ് എടുക്കുമല്ലേ. ഓക്കെ മാം, താങ്ക് യു. ക്ലാപ്പ് കൊടുത്തേ. താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ. ഇപ്പൊ 2 കുട്ടികൾ വന്നിട്ടില്ല, ജോയിൻ ആയിട്ടില്ല. അപ്പോ നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി തരട്ടെ? ചെയ്യാം നമുക്കൊരു ആക്ടിവിറ്റി. കുറെ നാളായി നമ്മൾ ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ട്. അപ്പൊ ഒരു വിഷയം തരാം, അതിനെ കുറിച്ച് സംസാരിക്കണം. തയ്യാറാണോ? ഓക്കെ, വിഷയം ഇതാണ്: സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഓൺ ചിൽഡ്രൻ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഓൺ ചിൽഡ്രൻ. ഓക്കെ, 2-3-5 മിനിറ്റ് സമയം എടുത്തോ ചിന്തിക്കാനായിട്ട്. പ്രത്യക്ഷ തയ്യാറാണോ പറയാനായിട്ട്? ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയാമോ? 5 മിനിറ്റ് എടുത്തോ സമയം.
ഓക്കെ, പറയാം. പറയാം മാം. സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ ഈ ഒരു ജനറേഷനിലെ കുട്ടികളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. മെയിൻലി എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ കൊറോണയുടെ ടൈം കഴിഞ്ഞ 2020 ആ കൊറോണ ടൈമില് ജനിച്ചിരിക്കുന്ന കുട്ടികൾ, അത് ശരിക്കും എനിക്ക് അനുഭവമുണ്ട്. കാരണം ഞാൻ ആ വർക്ക് ചെയ്ത സ്കൂളുകളിൽ സ്ക്രീനിങ്ങിന് അഡിക്റ്റ് ആയിട്ടുള്ള കുറേ കുട്ടികളുണ്ട്. ശരിക്കും അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സംസാരിക്കില്ല, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ എങ്കിൽ പോലും അവർക്ക് സംസാരിക്കാൻ അറിയില്ല. അവർ സംസാരിക്കും, പക്ഷെ ആ സ്ക്രീനിങ് അല്ലെങ്കിൽ കാണുന്ന കാർട്ടൂൺസിലെ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്ന രീതി, അതിന്റെ ആക്സെന്റ്, ആ രീതിയിൽ മാത്രമേ അവർ സംസാരിക്കില്ല. അതായത് അല്ലെങ്കിൽ അവരുടെ ആവശ്യം പോലും അവർക്ക് പറയാൻ അറിയില്ല. മെയിൻ ആയിട്ടൊരു ഡിഫക്റ്റ് ഞാൻ കണ്ടത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും നല്ല കുഞ്ഞു കുട്ടികൾ, അതായത് ഇപ്പം ശരിക്കും ആ സ്കൂളിൽ വരുന്നത് ഒരു 2 to 5 years ഉള്ള കുട്ടികളാണ്. അതിൽ ഒരു 50% കുട്ടികൾ സ്ക്രീനിങ്ങിന് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആണ്. നമ്മൾക്കിപ്പം സ്കൂളിൽ TV ഉണ്ട്, വെക്കില്ല, പക്ഷെ എങ്കിൽ പോലും അവർക്കത് കാണുമ്പോൾ, അതുപോലെ തന്നെ മൊബൈൽ കാണുമ്പം അതിൽ കൂടുതലും ഇപ്പൊ ശരിയാണ്, പേരൻസിന്റെ അവസ്ഥ കൊണ്ടായിരിക്കും. അവർക്ക് ചിലപ്പോൾ വർക്കിംഗ് പേരൻസ് ആണ് കൂടുതലും ഉള്ളത്. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ജോലികളുണ്ട്. അപ്പൊ കുറച്ചു നേരം ഒന്ന് അടങ്ങിയിരിക്കട്ടെ എന്ന് വെച്ചിട്ടായിരിക്കാം ഇത് ഫോൺ കയ്യിൽ കൊടുക്കുന്നത്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും സോഷ്യൽ മീഡിയ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അവർക്ക് കൊടുത്തു കഴിയുമ്പം അത് പേരൻസിന് അല്ലെങ്കിൽ പേരൻസിന്റെ ഒരു ഗൈഡിങ്ങോടുകൂടി മാത്രം കുട്ടികൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ കൊടുക്കുക. കുറച്ച് സമയം സ്ക്രീനിങ്, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഒരിക്കലും കുട്ടികൾക്ക് റീൽസ് കാണാൻ ഫോൺ കൊടുക്കരുത് എന്ന് പറയുന്നത്. അതിന്റെ കാരണം റീൽസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വൈസ് അല്ലെങ്കിൽ മിനിറ്റ് വൈസേ ഉള്ളൂ, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവരുടെ ശരിക്കും ബ്രെയിനിന് അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ടെന്നാണ്. ഇപ്പൊ നമുക്ക് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ പരിചയമുണ്ട് ആ സ്കൂളിൽ. ഇപ്പൊ നമ്മളിപ്പോ സ്കൂളിൽ വരുന്ന കുട്ടികളെ അവരുടെ അടുത്ത് വിട്ട് ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളുള്ള കുട്ടികളുണ്ട്, സംസാരിക്കാൻ അവരുടെ ആവശ്യങ്ങൾ പറയാനെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന ആ രീതിക്ക് ആക്കിയിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നതാണ് ശരിക്കും റീൽസ് കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഉള്ള ഒരു കാർട്ടൂൺ വീഡിയോസ് കാണുന്ന പോലല്ല റീൽസ് കാണുമ്പോൾ, അതിങ്ങനെ തുടരെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് നമുക്ക് ശരിക്കും അവർക്ക് ഒരിക്കലും ഒരു അറ്റൻഷൻ കിട്ടില്ല. ഏറ്റവും ഫസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് സ്ക്രീനിങ് അല്ലെങ്കിൽ ഈ കാർട്ടൂൺസ് അല്ലെങ്കിൽ മൊബൈലിൽ വാച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ സ്പാനാണ്. അവർക്കത് ഒരിക്കലും കിട്ടില്ല. അവര് സെക്കൻഡ് വയസ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ നമുക്കത് കാണുമ്പോൾ അറിയാം, നമ്മൾ ഒരു കുട്ടിയെ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുമ്പം ഈ സ്ക്രീനിങ് അല്ലെങ്കിൽ ഇത് കൂടുതലായിട്ട് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടി ഒരിക്കലും ഒരു 10 സെക്കൻഡ് പോലും ഒരേ അറ്റൻഷനിൽ നിൽക്കില്ല. അവന്റെ അറ്റൻഷൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അതൊരു സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഈ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു നെഗറ്റീവ് വശമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പോസിറ്റീവ് വശങ്ങളുണ്ട്. ഇപ്പം കുട്ടികൾക്ക് കൂടുതലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടണമെങ്കിൽ, പണ്ട് നമ്മളൊക്കെ പഠിച്ച കാലത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വല്ലവരും പറഞ്ഞു തരണം, അല്ലെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചോദിക്കും. പക്ഷെ ഇപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വിരൽത്തുമ്പി കിട്ടുന്ന കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ എന്തെങ്കിലും ഒരു ചാർട്ട് ഉണ്ടാക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെങ്കിലോ അതിന്റെ ഐഡിയാസ് എന്താണെന്ന് സെക്കൻഡ് വയസ്സിനുള്ളിൽ അവർക്ക് അത് കൈ കിട്ടും. അത് ശരിക്കും അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കുട്ടികൾക്ക് അത് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു ഐഡിയാസ് കിട്ടാനായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ട്യൂഷൻസ് ഒക്കെ ആണെങ്കിലും, ഇപ്പം എൻ്റെ മോള് ശരിക്കും ഓൺലൈൻ ട്യൂഷനാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും അതൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ്. കാര്യം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ തന്നെ ആളുണ്ട്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ട്യൂഷൻ പോകുന്ന കുട്ടികളെ, റോഡിൽ കൂടെ നടക്കുന്ന കുട്ടികളെ, സൈക്കിളിൽ പോകുന്ന കുട്ടികളെ ഒക്കെ തട്ടിക്കൊണ്ട് പോകുന്നു എന്ന് വാർത്തകൾ കേൾക്കുന്നു. അപ്പൊ നമുക്ക് ശരിക്കും പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണേലും നമുക്കൊരു സേഫ് സോണിൽ ഇരിക്കുന്ന ഒരു കാര്യത്തിന് ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഇത്രയും വളർന്നത് കൊണ്ട് മാത്രമാണ് നമുക്കത് സാധിക്കുന്നത്. പിന്നെ കുട്ടികളുടെ കൂടുതലും കളികൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ശരിക്കും കളികൾ എന്താണെന്ന് അറിയില്ല. പിന്നെ ഒന്നുണ്ട്, കുട്ടികളെ മാത്രമല്ല വലിയ ആൾക്കാരെയും ഇത് ബാധിക്കുന്നുണ്ട്. കാര്യം കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ ഞാൻ കണ്ടു, പ്രകൃതിയോടുള്ള മനുഷ്യന്റെ
അടുപ്പം ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഒട്ടും അടുപ്പമില്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പുറത്തിറങ്ങും, പക്ഷികളെ കാണും, മരങ്ങൾ കാണും, അല്ലെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങി എന്നുവെച്ചാൽ മൊത്തം നിരീക്ഷിക്കും. അങ്ങനെ പിള്ളേർ കളിക്കാനാണെങ്കിൽ വെളിയിൽ ഇറങ്ങും. ഇപ്പൊ ഈ കൂടുതൽ ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട് ഒന്നെങ്കിലും മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ TV ഇതിലൊക്കെ കാര്യങ്ങൾ കാണാൻ ഇവർക്കുള്ളത് കൊണ്ട് ഇവർക്കാർക്കും വെളിയിൽ പോയി കളിക്കണ്ട. കുട്ടികൾക്ക് കൂടുതലും പിന്നെ പേരൻസിന് ഒരു പേടിയുണ്ട്, വെളിയിൽ വിടാൻ ഒരു സേഫ്നെസിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് അതുകൊണ്ട്. അപ്പം എങ്കിൽ പോലും നമുക്ക് കുട്ടികൾ കുറച്ചൊക്കെ മണ്ണിലിറങ്ങിയും ഒക്കെ കളിച്ച് പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ ഈ സോഷ്യൽ മീഡിയ കൂടുതൽ വന്നതിന്റെ ഒരു ദോഷവശമാണെന്ന് പറയാം. അതുള്ളത് കൊണ്ട് കുട്ടികൾ വീട്ടിൽ തന്നെ അടങ്ങിയിരുന്ന് അവിടെ തന്നെ ഇരുന്നിട്ടുള്ള പരിപാടികളാണ്. അതുവഴി ഒബിസിറ്റി, പൊണ്ണത്തടി ഉണ്ടാകുന്നു. ചെറിയ കുട്ടികൾക്ക് പോലും ഒബിസിറ്റി, പൊണ്ണത്തടി ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ജങ്ക് ഫുഡ്, അത് പറഞ്ഞ പോലെ ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കുന്നു. ഇപ്പൊ കൂടുതലും TV കാണുന്ന സമയത്തായിരിക്കും ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ വെച്ചാൽ അവർക്ക് കായികപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. സ്കൂളിൽ എന്തെങ്കിലും PT ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ ശരിക്കും ഈ ഇത് കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുട്ടികൾക്ക് ശരിക്കും ഈ സ്ക്രീനിങ് ഉള്ള കുട്ടികൾക്ക് അതിനോടൊക്കെ ഒരു മടിയായിരിക്കും. അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് മുന്നോട്ട് ഇറങ്ങാൻ, അല്ലെങ്കിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങാൻ അവർക്കൊരു മടി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കാനോ ഒരു നാണക്കേട് പോലെ അവരെപ്പോഴും ശരിക്കും ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന്, ഇപ്പം ശരിക്കും ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി, അത് കൂടുതൽ ഒരു വീടുകളിലും ഉണ്ടാവാറില്ല. പേരൻസ് വർക്കിംഗ് ആയിരിക്കും. അവർ പോയി കഴിയുമ്പോൾ ഗ്രാൻഡ് പേരൻസ് ആയിരിക്കും കൂടുതലും ചില കുട്ടികളെ നോക്കുന്നത്. 2.5 വയസ്സ് 4 വയസ്സായിട്ട് പോലും സംസാരിക്കുന്നത്, സ്ക്രീനിങ് മാത്രമായിട്ട് സംസാരിക്കാത്ത കുട്ടികളുണ്ട്. അവർക്ക് ശരിക്കും എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ പേരൻസ് നോക്കുമ്പോൾ എന്താ, എൻ്റെ കുട്ടിക്ക് ആൽഫബറ്റ്സ് എല്ലാം അറിയാം, നമ്പേഴ്സ് അറിയാം, കളേഴ്സ് അറിയാം, ഷേപ്സ് അറിയാം, എല്ലാം അറിയാം. പക്ഷെ അവർ പഠിക്കുന്നത് ഈ മൊബൈലിൽ അല്ലെങ്കിൽ TV കാണുന്ന കാര്യങ്ങളുണ്ട്. അത് ഒരു വശം നല്ലതാണ്, ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയാണത് ഒരു സ്ഥലത്ത് കാണിക്കേണ്ടതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അറിവും ബോധവും ഉണ്ടാവില്ല. അത് കൂടുതൽ ഈ സ്ക്രീനിങ്ങിന്റെ തന്നെ ഒരു ദോഷവശങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയൊക്കെയാണ് മിസ്സേ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് ആർക്ക് പറയാൻ പറ്റും? എന്നായിരുന്നു അല്ലേ? പറയാൻ ഇതൊക്കെ ഉള്ളൂ. പിന്നെ എന്താന്ന് വെച്ചാൽ കുട്ടികള് ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ എക്സ്ട്രാ ഓർഡിനറി ബ്രില്യന്റ് ആയ കുട്ടികളാണ്. അപ്പോ പണ്ടത്തെ പോലെ ഒന്നുമല്ല. നമുക്കൊക്കെ ഒരു ഡൗട്ട് പണ്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ടീച്ചർ പറഞ്ഞത് തെറ്റാണെങ്കിൽ പോലും നമ്മൾ ആ തെറ്റ് തന്നെയായിരുന്നു പഠിച്ചു വന്നിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഒരുപാട് ക്ലാരിറ്റി ഉള്ള ആൻസേഴ്സ് കുട്ടികൾക്ക് കിട്ടി തുടങ്ങി. അവർ കൂടുതൽ ക്രിയേറ്റീവ് ആവാൻ തുടങ്ങി. ഇപ്പൊ ഒരു വീട്ടിലെടുത്തിട്ടുണ്ട്, അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് വേണ്ട അവസ്ഥയാണ്. വീട്ടിലിരുന്ന് കുട്ടിക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സമയം ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. നമുക്ക് കുട്ടീനെ നല്ല രീതിയിൽ പഠിപ്പിക്കണേ 2 പേരും ജോലിക്ക് പോയേ പറ്റൂ. അപ്പൊ കുട്ടിക്ക് പാട്ട് പാടി കൊടുക്കാനും അതിന്റെ കൂടെയുള്ള ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും നമുക്ക് പറ്റാറില്ല. ആ സമയത്ത് കുട്ടീനെ വരയ്ക്കാനും പാട്ട് പാടാനും കഥ പറയാനും ഒക്കെ പഠിപ്പിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ആയിരിക്കും. ചെറുപ്പം തൊട്ടേ അവർ കാത്തു കണ്ടിട്ടായിരിക്കും 1, 2 പഠിക്കുന്നത്. ഡോറ കണ്ടിട്ടായിരിക്കും എങ്ങനെയാണ് എല്ലാം പഠിച്ചു വരുന്നത്. അത് ഒരു കണക്കിന് നല്ലതാണ്, ഒരു പരിധി വരെ നല്ലതുമാണ് ചീത്തയുമാണ് എന്ന് പറയാം. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ പതുങ്ങിയിരിക്കുന്ന പല അപകടങ്ങളുണ്ട്. ഈ അപകടങ്ങള് നമ്മൾ പറഞ്ഞു കേട്ടും, അതായത് ഒരാളിൽ നിന്ന് ഒരു ഗ്രാമത്തിൽ നടന്ന ഒരു അപകടം അടുത്ത ഗ്രാമത്തിലെത്താൻ ഒരുപാട് ടൈം എടുത്തിരുന്നു. അപ്പൊ ആ ഒരു അപകടത്തിനെ കുറിച്ച് കുട്ടി അല്ലെങ്കിൽ കുട്ടിയുടെ പാരന്റ് അവെയർ ആയിരിക്കുന്നത് ഇപ്പോഴായിരിക്കും കൂടുതൽ. കാരണം നാട്ടിൽ നടക്കുന്ന എല്ലാ അപകടങ്ങളും, നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ 1 മിനിറ്റ് കൊണ്ടോ 1 സെക്കൻഡ് കൊണ്ടോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ അവർക്ക് വരാമെന്നുള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു ബോധവൽക്കരണം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ കിട്ടും. അടുത്തത് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് കുട്ടികൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പല ലാംഗ്വേജുകളും, അതായത് അവർക്ക് കൂടുതൽ പല ഭാഷകൾ പഠിക്കാനും സോഷ്യൽ മീഡിയയിൽ കൂടെ കഴിയും. അതായത് ഇപ്പോ റീൽസ് എന്നതിലുപരി ഇപ്പൊ ഗൂഗിൾ ആയാലും നമ്മുടെ TV ആയാലും ഇതൊക്കെ സ്ക്രീനിങ് ആണല്ലോ. അപ്പോൾ ആ വഴി അവർക്ക് പലതരം ഭാഷകൾ പഠിക്കാൻ പറ്റും. ഇനി അവരുടെ കഴിവുകൾ നല്ലപോലെ കൂടുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പണ്ടുള്ള കുട്ടികളെക്കാളും നല്ല ബ്രില്യന്റ് ആണ് ഇപ്പോൾ ഉള്ള കുട്ടികൾ. ഇനിയാണ് വരുന്ന തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ
നല്ല സിറ്റിസൺ ഉണ്ടാകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പണ്ടത്തെ പോലെ അല്ല. ഒരുപാട് പേര് പണ്ട് ജോലിയൊന്നും ചെയ്യാതിരുന്ന സമയം, ഇനിയുള്ള സമൂഹം അങ്ങനെ ആയിരിക്കില്ല. അപ്പോ പിന്നെ എന്താന്ന് പറയുക, ടൈമാണ് അവരുടെ ടൈം കൂടുതലായിട്ടും ഇപ്പൊക്കെ നമുക്ക് അറിയാം, ഒരു ദിവസം ഓടിപ്പോകുന്നതേ അറിയില്ല. അപ്പൊ കുട്ടികൾ മാത്രമല്ല, ഇപ്പൊ വലിയ ഇതിനിടയ്ക്ക് ഒരു റീല് ഞാൻ കണ്ടു. വയസ്സായ, അതായത് നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാരും നമ്മുടെയൊക്കെ അമ്മയും അച്ഛനും ഒക്കെ ഫുൾ ടൈം ഫോണിലാണ്. അവർക്കും ഈ സ്ക്രീൻ അഡിക്ഷൻ ആണ്. കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പൊ വയസ്സായവർക്കും ഇത് തന്നെയാണ്. പിന്നെ നല്ല റോൾ മോഡലിനെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് കുട്ടിക്ക് നല്ല റോൾ മോഡലിനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടും. അതിൽ കൂടെ തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോഡലിനെ വേണമെങ്കിൽ അവർക്ക് അതേ സമയത്ത് തന്നെ തെറ്റായ റോൾ മോഡലിനെ ഇവർ കണ്ടെത്താം. അതിനും ഉള്ള വഴിയുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാല് കുട്ടികൾ കൂടുതൽ അകത്തേക്ക് ഉൾവലിഞ്ഞിരിക്കുന്നത്, അതായത് നമ്മൾ ഡിഫൻസ് മെക്കാനിസം പഠിച്ചു, വിത്ഡ്രോവൽ എന്ന് പറഞ്ഞൊരു ഡിഫൻസ് മെക്കാനിസം പഠിച്ചിരുന്നു. കുട്ടിക്ക് കൂടുതൽ ഉൾവലിഞ്ഞ് അകത്തേക്ക് ഇരിക്കാനുള്ള ഒരു പ്രേരണ ഇത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ്. പിന്നെ കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും അവർക്ക്. ഇപ്പോ പ്രത്യുഷ പറഞ്ഞ പോലെ അവർക്ക് ഫാറ്റ് ഉണ്ടാകും, കാരണം അവർക്ക് ബോഡി എക്സസൈസ് ഒന്നും തന്നെ കിട്ടുന്നില്ല. അവർ പുറത്തു പോയി കളിക്കുന്നില്ല. തലവേദന ഉണ്ടാവും, കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അതാണ്. ശരിയായി. മൃദുല പറഞ്ഞ ഒരു കാര്യമല്ല, എല്ലാ കാര്യങ്ങളും ശരി തന്നെയാ. ഇന്നലെ വൈകിട്ട് ഈ പറഞ്ഞ പോലെ ഒരു മോളുടെ ഡാൻസ് ഗ്രൂപ്പ് ഉണ്ട്. അതില് 2 കുട്ടികൾ ട്യൂഷന് പോയിട്ട് ഫോട്ടോസ് സഹിതം ഇട്ടിരുന്നു. കുട്ടികളെ കാണുന്നില്ല. നമ്മുടെയൊക്കെ ഇവിടെ കരിമാനൂർ മനക്കപ്പടിയാണ് 2 കുട്ടികളെ കാണാതായത്. ഏകദേശം ഒരു രാത്രി ഒരു 9 മണിക്കാണ് എനിക്ക് ആ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നത്. അവരുടെ ടീച്ചർ തന്നെ ഷെയർ ചെയ്ത. അപ്പം ഞാൻ അറിയാവുന്ന ഗ്രൂപ്പിലേക്കൊക്കെ അത് ഷെയർ ചെയ്തു. പക്ഷെ അത് അങ്ങനെ ഒരു ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ രാവിലെ ഞാൻ എന്റെ ഫോൺ എടുത്ത് രാവിലെ ഈ പറഞ്ഞ പോലെ തന്നെ സ്ക്രീനിങ് പിള്ളേർക്ക് മാത്രമല്ല നമുക്കും ഉണ്ട്. രാവിലെ എണീക്കുമ്പോൾ നേരത്തെ എല്ലാരും പറയും നമ്മുടെ ഉള്ളം കയ്യിൽ നോക്കി പ്രാർത്ഥിച്ചിട്ട് വേണം എണീക്കാന്ന് പറയും. ഇപ്പൊ ഉള്ളം കയ്യിലല്ല നോക്കുന്നത്, ഫോണാണ് ഉള്ളം കൈ വെച്ചിട്ട് നോക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഞാൻ നോക്കി വാട്സപ്പില് നോക്കിയപ്പോ ഫസ്റ്റ് കണ്ടത് ആ കുട്ടികളെ കിട്ടി എന്നുള്ള വാർത്തയാണ്. അത് ശരിക്കും ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇതുവഴി ചെയ്തിപ്പം എവിടെയാണെങ്കിലും ഫോട്ടോസ് സഹിതം ഉള്ളതുകൊണ്ട് ആരെങ്കിലും കുട്ടികളെ കണ്ടാലും ഒരു പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യും, ഇന്ന കുട്ടികളാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. പിന്നെ അത് എങ്ങനെ സെലക്ട് ചെയ്യണം. ഇപ്പൊ ഈ കുട്ടികൾ കൂടുതൽ നമ്മുടെ ഈ നഴ്സറി പാട്ടുകൾ, റൈംസ് ഒക്കെ അത് കുട്ടികൾ പാടുന്ന കേൾക്കാൻ നല്ല രസം. പക്ഷെ അതല്ലാത്ത കുറച്ച് ഗെയിംസ് ഉണ്ട്, ഈ മറ്റേ ഫ്രീ ഫയർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ശരിക്കും അഡിക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു 4-ലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആൽഫബറ്റ്സ് പോലും അറിയാൻ വയ്യാത്ത, ഐഡന്റിഫൈ ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യം എനിക്കറിയാം. അപ്പം ശരിക്കും അവൻ അതിന് അഡിക്റ്റ് ആണ്. അവൻ അത് മാത്രമാണ് അവന്റെ ഉള്ളിൽ എപ്പോഴും ഉള്ളത്. പഠിക്കുന്ന കാര്യം ഒന്നുമില്ല. കാര്യം ഒരു 4-ൽ പഠിക്കുന്ന കുട്ടിക്ക് ABCD എന്താണെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ, അത് CBSE സ്കൂളിലാണ് പഠിക്കുന്നത്, അറിയില്ല എന്ന് പറയുമ്പോൾ അത് അവനെ എത്രത്തോളം അഫക്റ്റ് ചെയ്യും. അപ്പം അത് ശരിക്കും നമ്മൾ ആ തെരഞ്ഞെടുക്കുന്ന സോഷ്യൽ മീഡിയയിലെ എന്ത് കാര്യങ്ങളാണെങ്കിലും തെരഞ്ഞെടുക്കുന്നതിൽ ഒരു പേരൻസിന്റെയും കൂടെ ഒരു ഗൈഡൻസോട് കൂടി തെരഞ്ഞെടുത്ത് കുട്ടികൾ അങ്ങനെ കാണുമ്പം അത് നല്ലത് തന്നെയാണ്. നല്ല വശങ്ങളും ഉണ്ട്, ചീത്ത വശങ്ങളും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഞാൻ പറയുന്നു, കുറച്ച് എക്സ്പീരിയൻസ് അറിയാം. ഈ ഫോണിൽ കൂടെ ഒന്ന് ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജ് കുറച്ച് എക്സ്പീരിയൻസ്. എന്റെ വീട്ടിൽ തന്നെ നടന്ന സംഭവങ്ങളാണ്. എന്റെ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ മോന്റെ കാര്യം, എന്റെ മോന്റെ കാര്യം രണ്ടും 2 തരമാണ്. ഇവർ രണ്ടുപേരും 8 മാസത്തിന്റെ വ്യത്യാസത്തിലുള്ള കുട്ടികളാണ്. അവനാണ് മൂത്തത്. ആ കുട്ടിയാണ് ബ്രദറിന്റെ കുട്ടിയാണ് മൂത്തത്. ബ്രദറിന്റെ കുട്ടീനെ 90 ദിവസം ആകുമ്പോൾ നമ്മൾ പൊതുവെ അമ്മ വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് അങ്ങനെ വരുമല്ലോ. അന്നപ്പോ മുതൽ ഇവിടെ എന്റെ ഹസ്ബൻഡിന്റെ കയ്യിലായിരുന്നു. ബ്രദർ മിലിറ്ററിയിലാണ്, എന്റെ ഹസ്ബൻഡിന്റെ കയ്യിലാണ്. കൊറോണ സമയമായിരുന്നു അവന്റെ ഫുൾ ടൈം. കൊറോണയ്ക്ക് ശേഷമുള്ള ആ സമയമായിരുന്നു അവൻ കളിക്കണതും. അവൻ കളിക്കില്ല. അവനെ കൊണ്ടുവന്ന് ടിവിന്റെ മുമ്പിൽ ഇരുത്തും. ആ കുട്ടീന്റെ പേര് അല്ലു എന്നാ ഞങ്ങൾ വിളിക്കാറ്. ടിവിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുത്തും. എന്നുവെച്ചാൽ നമ്മള് വേറെ ജോലികൾ ചെയ്യുന്നു. ഞാൻ വേറെ കൊറോണ സമയത്ത് പുറത്തു പോകാൻ പറ്റില്ല. ഫോണും കൊടുത്തു, ടിവിയും കൊടുത്തു. ആ കുട്ടി കമഴ്ന്ന് കിടന്നിട്ടും നോക്കണത് ടിവിയിലേക്കാണ്. കണ്ണു തുറന്ന ആ കുട്ടിക്ക് കളിക്കാൻ വേണ്ടതും ഫോണാണ്. ഫോണിന്റെ സൗണ്ട്, ഭക്ഷണം കൊടുക്കാനും ഫോണാണ്, എല്ലാം ഫോണായിരുന്നു. ഭക്ഷണം ആ കുട്ടി എന്താ കഴിക്കുന്ന ആ കുട്ടിക്ക് അറിയില്ല. വായി തുറക്കും, നമ്മൾ കൊടുക്കും. എന്താ കഴിക്കണമെന്നോ അതിന്റെ ടേസ്റ്റ് എന്താണെന്നോ ആ കുട്ടി എന്താ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചാൽ പോലും അറിയില്ല.
സംസാരിക്കാനും ഒരുപാട് വയ്യ. എന്താ വെച്ചാൽ നമ്മൾ ആ കുട്ടീൻ്റെ ഒപ്പം സംസാരിക്കാറില്ല, ഫോണാണ്. ഫോൺ മുന്നിൽ വെച്ച് കൊടുത്താൽ കുട്ടി കഴിക്കില്ലായിരുന്നു. അങ്ങനെയാ ലാസ്റ്റ് പോകുന്തോറും 2 years ആകുന്നതോറും ആ കുട്ടി ഫോൺ വെച്ചാൽ കഴിക്കും, അല്ലെങ്കിൽ കഴിക്കില്ല. സംസാരിക്കാനും വൈകി. എന്താ വെച്ചാൽ ഒരു കുട്ടികൾ സംസാരിക്കാൻ നമ്മൾ അവരോടൊപ്പം സംസാരിക്കണം. ബോൺ ബേബി തൊട്ടേ സംസാരിച്ചാലാണ് അവർ ആ സ്പീച്ച് ട്രെയിനിങ് നമ്മുടെ മൗത്ത് ആക്ഷൻസ് ഒക്കെ കണ്ട് അവർ പഠിക്കുക. പക്ഷെ അവരത് പഠിക്കാനുള്ള ടൈം ഗ്യാപ്പ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊരു മാക്സിമം എന്തായി, ഫോൺ TV പോലും അവന് വേണ്ട, മൊബൈൽ അഡിക്ഷനായി. അതൊന്ന് മാറ്റിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഇതെല്ലാവരും. ലാസ്റ്റ് ആ കുട്ടി സംസാരിക്കാൻ ലേറ്റ് ആയപ്പോൾ എല്ലാവരും പേടിച്ചു, ഇനി സ്പീച്ച് ട്രെയിനിങ്ങിന് കൊണ്ടുപോകണോ, ടങ്ങിന്റെ എന്തെങ്കിലും പ്രശ്നം. അല്ല, ഒന്നും അവന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഫോണിൽ അഡിക്റ്റ് ആയപ്പോൾ അവൻ്റെ ഒപ്പം ആരും സംസാരിക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ അതിന്ന് പിന്നെ പുറത്ത് വരാൻ തുടങ്ങി. ഇപ്പൊ നല്ല ആക്റ്റീവാണ് കുട്ടി. നന്നായി എന്താ കഴിക്കുന്നോ അത്രയ്ക്ക് നമ്മൾ ആ കുട്ടികളെ അറിയാത്ത, ഫോൺ എന്താണെന്ന് അറിയാത്ത പ്രായം തൊട്ട് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ, ഫോണിന്റെ കാര്യം ഞാൻ പറയുന്നത്, ആ കുട്ടികളെ ഒരുപാട് ബുദ്ധിമുട്ടാവും. പിന്നെ അവരായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത് നമ്മുടെ കൺട്രോളിൽ വെച്ചിട്ട് കൊടുക്കണം. മൊബൈലൊക്കെ കൊടുക്കുമ്പോൾ കാർട്ടൂൺസ് കാണാം, അതിന്റെ അപ്പുറം അവർ എന്തെങ്കിലും അതിന് സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ സാധാരണ വരും എന്തെങ്കിലുമൊക്കെ അവര് ഉള്ളിലേക്ക് പോകുമ്പോൾ കുട്ടികൾ അറിഞ്ഞിട്ടല്ല അത് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മുടെ കൺട്രോളിൽ വേണം കുട്ടികൾ കാണണം എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എന്തും നമ്മുടെ മുന്നിൽ ഇരുന്ന് കണ്ടോട്ടെ. ഞാൻ അങ്ങനെ ഫോൺ കൊടുക്കില്ല എന്ന് ഞാൻ പറയില്ല. മമ്മ വാശിയെടുത്ത കുട്ടിയാണ് എൻ്റെ കുട്ടിയൊക്കെ, നല്ല വാശിയാണ്. ഫോൺ കൊടുക്കും, പക്ഷെ എന്താ കാണണമെന്ന് ഞാൻ അവൻ്റെ ഒപ്പം ഇരുന്ന് ചിലപ്പോൾ കാണും. അങ്ങനെയൊക്കെ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ എന്തെങ്കിലും കൊടുത്തിട്ട് അത് പിന്നെ അവരത് കണ്ടിട്ട് നമ്മളോട് വന്ന് പറയുമ്പോൾ നമുക്കത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ അവൻ ഇന്നൊരു കുട്ടിയോട് ഷെയർ ചെയ്യും. കുട്ടികൾക്ക് എന്താ പറയുന്നത്, അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ മീനിങ് എന്താണെന്നൊന്നും അറിയില്ല. ഞാനിത് കണ്ടു, ഇങ്ങനെ അവർ ബിഹേവ് ചെയ്തു എന്നൊക്കെ പറയില്ലേ. കുറെ കുട്ടികളൊക്കെ നമ്മൾ ഇതായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരു പേടി ഉള്ളിലുള്ളതാണ്. അതുകൊണ്ട് മാക്സിമം എന്റെ മോനെ ചെറുപ്പം തൊട്ട് ഫോൺ കൊടുത്തിട്ടില്ല. ഫോൺ വേണമെന്നും വാശി കാണിച്ചിട്ടില്ല. ഇപ്പോഴൊക്കെയാണ് വേറെ കുട്ടികളൊക്കെ കാണുമ്പോഴാണ് വന്നിട്ട് ഫോൺ വേണം എന്നാണ് വാശി കാണിക്കുക. ഫോണാണ് നിർബന്ധമല്ലായിരുന്നു. അതേപോലെ എന്റെ കുട്ടിക്ക് ഞാൻ ഭക്ഷണം കൊടുത്തത് മൊത്തം പണ്ടത്തെ അതേ രീതിയാണ്. എടുത്ത് നടന്നിട്ടും അമ്പിളിമാമനെ കാണിച്ചിട്ടും പക്ഷികളെ കാണിച്ചിട്ടും അങ്ങനെയാ ഭക്ഷണം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ തന്നെ അവന് എന്താ ടേസ്റ്റ്, എന്താ അവൻ കഴിക്കുന്നത്, അത് അറിഞ്ഞാ കഴിക്കുക. അവന് വേണ്ടത് എന്താണോ നമ്മൾ കൊടുക്ക അവൻ കഴിക്കാൻ. അങ്ങനെ അവന് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞു കഴിക്കും. അതെനിക്ക് മൊബൈൽ ഫോണിനോട് ചെറിയ വെറുപ്പായിട്ടും പറയാം, ഡിസഡ്വാൻറ്റേജ് ആയിട്ടും പറയാം. എന്നോട് ചോദിച്ചാൽ എനിക്ക് മൊബൈൽ ഫോൺ ഇഷ്ടമല്ല എന്ന് പറയാനുള്ള റീസൺ അതാണ്. ഞാൻ എത്രയോ ട്രൈ ചെയ്തു. ബട്ടൺ ഫോൺ അടക്കം ഞാൻ മേടിച്ച് വെക്കാം, ചെറിയ ഫോൺ മതി എനിക്ക്, എന്നാൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫോൺ പോണ്ട എന്നുള്ള രീതിക്കൊക്കെ ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ്. ഞാൻ കുറെ യൂസ് ചെയ്തു. മതി, കുട്ടികൾ അത് കൊടുത്തിട്ട് കേട് വരുന്നതിനേക്കാളും നമ്മൾ കുറച്ച് മാറിയാ അവർക്ക് അറിയാൻ തുടങ്ങുമ്പോൾ അവർ യൂസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ഫോൺ അവൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അതും ഞാൻ ഈ ക്ലാസ്സിൽ കയറുമ്പോൾ എന്റെ കൂടെ വന്നിരുന്ന് കാണും. അപ്പൊ നമ്മൾ യൂട്യൂബിൽ റെക്കോർഡ് ക്ലാസ് ഒക്കെ കാണാൻ പോകുമ്പോ ആ കാത്തും ഇതൊക്കെ വരുമല്ലോ, മൃദുല പറഞ്ഞ പോലെ ആ കാർട്ടൂൺസ് ഒക്കെ കാണുമ്പോ എന്റെ ഒപ്പം ഇരുന്ന് കാണും. ഞാനും അവനും കൂടി തന്നെ പാടും, അവനും കൂടി തന്നെ കളിക്കാറ്. അങ്ങനെയൊക്കെ കൊടുക്കാം കുട്ടികൾക്ക് സ്ക്രീനിൽ. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ നിറയെ അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ വൈഫൈ കണക്ട് ചെയ്യുന്ന TVs ഉണ്ട്, അതിൽ പാട്ട് വെച്ച് കൊടുക്കാം. മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് മൊബൈലിൽ കൊടുക്കാണ്ട് പാട്ട് വെച്ച് കൊടുക്കാം. TV ആകുമ്പോൾ മൊബൈലിനെക്കാളും കുറച്ചും കൂടി കണ്ണിലേക്കായിക്കോട്ടെ കുട്ടികൾക്കായിക്കോട്ടെ കുറവാണ്. ഡിസഡ്വാൻറ്റേജ് ഒത്തിരി കുറവുള്ള സാധനം. വിഷ്വലൈസിങ് നമുക്ക് വലിയ സ്ക്രീനാണ്, അടുത്തിരുന്ന് കാണാണ്ട് അതിലേക്ക് നമ്മൾ ഇങ്ങനെ ഇൻവോൾവ് ആവില്ല. അതേപോലെ ചില കുട്ടികൾ ഇരുന്ന് കാണും. അങ്ങനെയുള്ള കുട്ടികൾക്ക് മാക്സിമം TVയും മൊബൈലും അവോയ്ഡ് ചെയ്യണം. അല്ലെങ്കിൽ പ്രത്യക്ഷ പറഞ്ഞ പോലെ ഒബിസിറ്റി വരെ നിറയെ ചാൻസസ് ഉണ്ട് പുറത്തിറങ്ങിയ കളിക്കാത്ത കുട്ടികൾക്ക്. ചില കുട്ടികൾ അത് പാടിക്കൊണ്ടിരിക്കും, ഇവർ അതിനൊപ്പം പാടിയിട്ട് ഓടിക്കളിക്കും. അങ്ങനെയുള്ള കുട്ടികളുടെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. സ്ക്രീൻ പ്ലേ എന്താണെങ്കിലും എന്താ വെച്ചാൽ അവർ അതിൽ ശ്രദ്ധിച്ച് അതിൽ തന്നെ അങ്ങനെ ആഴ്ന്ന് മുഴുകിയിരിക്കില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ എന്താണെങ്കിലും ധൈര്യത്തിൽ കൊടുക്കാം. പിന്നെ ഫോൺ അവരെന്നാണോ അറിയുന്നത് ഇത് ഇന്നതൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾക്കറിയാം. നമ്മുടെ കുട്ടികൾ എന്നാ പഠിക്കുന്നത് എന്നുള്ളത് അപ്പൊ കൊടുക്കാം. അതുവരെയും ഫോൺ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നമുക്കും നല്ലത്, അവർക്കും നല്ലത് എന്നാ എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇപ്പോഴത്തെ ആളുകളൊക്കെ ഇങ്ങനെ പ്രത്യക്ഷ പറഞ്ഞാൽ കുടുംബമാര് വരെ അതിന് അഡിക്റ്റ് ആണല്ലേ.
ഇല്ലേ? ഇവിടെ ഇല്ല മാം. അതെനിക്കൊരു വലിയ പോസിറ്റീവാണ്. എന്റെ വീട്ടിലായിക്കോട്ടെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലായിക്കോട്ടെ ഫോൺ കൊടുക്കണ്ട എന്ന് മാത്രമേ പറയാറുള്ളൂ. ആ. അതൊരു എനിക്ക് വലിയൊരു പോസിറ്റീവാണ്. ശരിയാണ്. നമ്മളിപ്പോ വഴിയിൽ കൂടെ ഒക്കെ നടന്നു പോണെങ്കിൽ ചില അപ്പന്മാരൊക്കെ ഫോൺ കൊണ്ടെങ്കിലും ഇരിക്കണ്ടാവും. അതെ. ശരിയാണ്. ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ എന്തായാലും ഫോൺ കാണാത്തവരുണ്ടാവില്ല. അപ്പൊ മാക്സിമം അതിൽ നിന്ന് അകറ്റാനായിട്ട് അങ്ങനെ ഫോൺ കാണും, പക്ഷെ നമ്മൾ അവരുടെ ഒപ്പം നമ്മുടെ കൺട്രോളിൽ അവർ ഫോൺ കാണണം. നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ഈ കുട്ടികളുടെ കഴിവ് ചിലപ്പോ ഇവരുടെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും ഈ ഫോണ്. നാളെ വേണമെങ്കിൽ ഇവർ ഈ ഫോൺ ഉണ്ടാക്കുന്ന കമ്പനിയിലായിരിക്കും ജോലി ചെയ്യുക. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അല്ല ചെയ്യും, ഞാൻ പറഞ്ഞത് നല്ലത് തന്നെയാണ്. ഫോണിനെ കൊണ്ട് നിറയെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാൻ എനിക്ക് തന്നെ ആക്ടിവിറ്റീസ് മൊത്തം ഞാനും ഒക്കെ ഇരുന്ന് നോക്കുന്നത് ഫോണിൽ തന്നെയാണ്. പക്ഷെ അവർക്കത് മനസ്സിലാക്കാൻ തുടങ്ങുന്ന സമയത്ത് ഫോൺ കൊടുക്കാം ധൈര്യത്തില്. ഇന്നത് കാണാം ഇന്നത് കാണാൻ പാടില്ല, രണ്ടിന്റെയും ഡിഫറൻസ് അറിയുന്ന സമയത്ത് നമുക്ക് ഫോൺ ധാരാളമായിട്ട് അവരുടെ കയ്യിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രിക് ഡിവൈസിനും ഓരോ ഡീമെറിറ്റ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും വകവെക്കാതെയാണ് നമ്മളിപ്പോ മിക്സിയും എല്ലാ സാധനവും ഉപയോഗിക്കുന്നത്. അതേ ഗണത്തിൽ തന്നെ പെടും. ശരിയാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയണമെന്നുണ്ടോ? ഇല്ല. ഓക്കെ, വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, ആരാ സൈൻ ഔട്ട് പറയുന്നത്? അതിനകത്ത് ഞാനാണ്. ഇന്നത്തെ ക്ലാസ് സൂപ്പർവൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് സെമിനാർ ആയിരുന്നു. അത് പ്രത്യക്ഷ അതിനെക്കുറിച്ച് കുറച്ച് എടുത്തു. രണ്ടുപേര് കയറാൻ കഴിഞ്ഞില്ല അവർക്ക്. അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ അവര് അവതരിപ്പിക്കും. പിന്നെ മാം ഒരു ആക്ടിവിറ്റി തന്നു, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചിൽഡ്രൻ. അപ്പം അതിനെക്കുറിച്ച് നല്ല അറിവുകളും എന്താണെന്നുള്ളതിനെ കുറിച്ചും കുറച്ച് പേരോടെ അവതരിപ്പിച്ചു. ഇന്നത്തെ ക്ലാസ് നല്ലതായിരുന്നു. താങ്ക് യു മാം. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മാം.